ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ പാഷൻ പ്രോ വണ്ടിയുടെ ബാക്ക് ടയർ വെട്ടി ചെയ്യുന്നൊരു കംപ്ലയിൻറ്റ്, അതായത് റൈറ്റ് സൈഡ് നല്ല രീതിയിൽ തേയ്മാനം കാണിച്ചിട്ട് നമ്മളതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കയറ്റിയതാണ്. നല്ല രീതിയിൽ സൈഡ് തേയ്മാനം ഉണ്ട് കേട്ടോ, പ്രത്യക്ഷത്തിൽ നമുക്ക് കാഴ്ച തന്നെ കിട്ടണമുണ്ട്. പക്ഷേ നമ്മളത് കയറ്റിയിട്ട് എൻ്റെ വീൽ അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തു, കറക്റ്റ് സെറ്റ് ചെയ്തു. അതുകൊണ്ട് വലിയ വ്യത്യാസമൊന്നും പറയാനുണ്ടായില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു പൊടിക്കുള്ള ഒരു ശേഷം, പക്ഷേ അതുകൊണ്ടൊന്നും സ്വാഭാവികമായിട്ട് അത്രയും വെട്ടിത്തേൽ കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ അതേപോലെ തന്നെ സസ്പെൻഷൻ്റെ ബുഷ് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ പ്രശ്നങ്ങളില്ല. ഫ്രണ്ട് ബോൾ റൈസർ കാര്യങ്ങൾ നോക്കി, ബോൾ റൈസറിൻ്റെ വന്നാലും ഫ്രണ്ട് ഹാൻഡിൽ ടൈറ്റാണ് കാണിക്കുള്ളൂ, അതായാലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ ഫ്രണ്ട് ടയറിന് അത്ര ഇല്ലതാണ്. കാരണം ബാക്ക് ടയർ 90% ഉണ്ടല്ലോ നമുക്ക് ഈ വന്നേക്കണ ബാക്ക് ടയറിൻ്റെ പ്രശ്നം കൊണ്ട് വന്നേക്കണ കംപ്ലയിൻ്റ് ആയിരിക്കുള്ളൂ. ചില കേസിൽ ടയർ കംപ്ലയിൻറ്റ് വരാറുണ്ട്. ഇതെനിക്ക് തോന്നുന്നു വണ്ടി ഈ കമ്പനി വന്നപ്പോൾ ഉള്ള ടയറായിരിക്കണം, മാറ്റിയിട്ടുണ്ടാവാൻ വഴിയില്ല. കാരണം ഫ്രണ്ടിലും സീറ്റിൻ്റെ തന്നെ കിടക്കണേ, ഇതും സീറ്റ് തന്നെ കാണണം. ചില കേസിൽ ടയറിൻ്റെ പ്രശ്നം കൊണ്ട് കാണിക്കും. അതല്ലാതെ കൊണ്ട് നിലവിൽ ഇപ്പോൾ ഷോക്കിൻ്റെ ആക്ഷനൊക്കെ കറക്റ്റാണ്, സസ്പെൻഷനൊക്കെ കറക്റ്റാണ്, വീൽ സെറ്റ് ചെയ്തതിൻ്റെ അലൈൻമെൻറ്റ് കാര്യങ്ങൾ കറക്റ്റാണ്, ഹാൻഡിൽ ബെയറിങ് ഒക്കെയാണ്. വേറെ അങ്ങനെ പറയത്തൊക്കെ പ്രത്യക്ഷത്തിൽ മെക്കാനിക്കൽ പരമായിട്ട് യാതൊരു കംപ്ലയിൻറ്റും ഇല്ല. ആ വീലിൻ്റെ ആ ഇരിക്കുന്ന പൊസിഷൻ അടക്കം ചെക്ക് ചെയ്ത് അതടക്കം കറക്റ്റാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് സംശയിക്കേണ്ടത് ടയർ മാത്രമാണ്. ടയറിൻ്റെ കേസ് കൊണ്ടും ഈ പറഞ്ഞ കംപ്ലയിൻറ്റ് കാണിക്കും. ഇപ്പോൾ ബാക്ക് ടയറിൻ്റെ കംപ്ലയിൻ്റ് ആണെങ്കിൽ പോലും അത് ഈ സൈഡ് ലോഡ് എടുത്ത് ഓടുന്ന സമയത്ത് ഫ്രണ്ട് ടയറിനും അത് പ്രശ്നം വരും. അതിൻ്റെയാണ് ആ ഫ്രണ്ടിലത്തെ. കാരണം ഫ്രണ്ട് ഷോക്ക് ആക്ഷന് കാര്യങ്ങൾ വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല നിലവിൽ കേട്ടോ. അപ്പോൾ ബാക്കിയത്തെ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്, കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് ബാക്കിയത്തെ എല്ലാ ഭാഗങ്ങളൊന്നും മൈനറായിട്ടൊന്ന് ചെക്ക് ചെയ്തിട്ട് ക്ലോസ് ചെയ്യാണ്. നിലവിൽ വേറെ പറയത്തക്ക വേറെ കംപ്ലയിൻ്റ് ഇല്ല, ടയർ തന്നെയാണ് എൻ്റെ പ്രോബ്ലമായിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ.